നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന കഥ ദുരന്തം കൊയ്തവർ എന്നതാണ്. സമൂഹത്തിൻ്റെ ഏത് ഉന്നത സ്ഥാനത്തെത്തിയാലും ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുകയും അവരുടെ തലമുറയ്ക്ക് മാർഗനിർദ്ദേശം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന വൻ വിപത്താണ് ഈ കഥയിലുടനീളം. കഥയിലേക്ക് പോകാം. പത്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും കൗതുകമായിരുന്നു. തലമുടി പകുത്ത് മെടഞ്ഞ് ഇരുവശത്തേക്കുമിട്ട് വളരെ സാധാരണ വേഷം മാത്രം ധരിച്ച് സാവധാനം നടന്നു വരുന്ന പത്മ ആരോടും മിണ്ടാതെ നേരെ പോയി ക്ലാസ്സിലെ മുൻബെഞ്ചിലിരിക്കും. മിതവും പതിഞ്ഞതുമായ സംസാരവും ഒരിക്കലും അതിർകവിഞ്ഞ സന്തോഷമോ മറ്റ് വികാരങ്ങളോ മുഖത്ത് കാണിക്കാത്ത പ്രകൃതവുമായിരുന്നു പത്മയ്ക്ക്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ മുന്നോട്ട് മാത്രം നോക്കി നടക്കുന്നൊരു കുട്ടി. പഠനം എന്ന ഒരു കാര്യമല്ലാതെ മറ്റൊരു ചിന്തയും ആ മനസ്സിൽ കൂടി പോകുന്നില്ല. കൂട്ടുകാരുടെ കുസൃതിയോ കളിതമാശയോ ഒന്നും പത്മയെ ബാധിക്കുന്നതേയില്ല. ഒന്നാം ബെഞ്ചിൽ രാവിലെ വരുന്നത് മുതൽ വൈകിട്ട് ക്ലാസ് തീരുന്നത് വരെ ഒരേ ശ്രദ്ധയോടിരിക്കുന്ന ഒരു കുട്ടി. പത്മയുടെ മാർക്ക് പോലും ഒരു ടീച്ചർക്കും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ഉത്തരങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കും ആ കുട്ടിക്ക് എഴുതാനുള്ളത്. റാങ്കോടെ പാസ്സായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. MBBSും കാർഡിയോളജിയിൽ MDയും DM ഒക്കെ എടുത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രൊഫസറായി. പത്മയുടെ വീട്ടിലെ അന്തരീക്ഷമാണ് നമ്മെ തീർത്തും അത്ഭുതപ്പെടുത്തുന്നത്. അച്ഛൻ നാട്ടിലെ ഒരു പ്രമുഖ സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. അമ്മ മറ്റൊരു സ്കൂളിലെ മാത്സ് അധ്യാപികയും. രണ്ടുപേരും ബഹുമിടുക്കരായ ട്യൂഷൻ അധ്യാപകർ കൂടിയാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ അവരുടെ വീട്ടിൽ പല പല ബാച്ചുകളിലായി പഠിക്കാൻ വന്നുകൊണ്ടിരിക്കും. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പല പല ബാച്ചുകൾ. മകൾ ആയ പത്മയും സംശയങ്ങൾ തീർക്കാൻ അച്ഛൻ്റെയും അമ്മയുടെയും ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. ഞാൻ പത്മയുടെ സഹപാഠിയും അവരുടെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം ഞാൻ പല വർഷങ്ങളായി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവരുടെ വീട്ടിൽ അച്ഛനമ്മ ബന്ധം നമുക്ക് കാണാൻ പറ്റില്ല. വളരെ ഔപചാരികമായ ഇടപെടൽ മാത്രമേ ഉള്ളൂ. ലോല വികാരങ്ങൾക്കൊന്നും തന്നെ ആ വീട്ടിൽ സ്ഥാനമില്ല. ട്യൂഷൻ ക്ലാസ്സിൽ കൂടെ ഉള്ളവരും ഒരു ടീച്ചറിനോട് പെരുമാറുന്ന അതേ രീതിയിലാണ് പത്മയും അമ്മയോടും അച്ഛനോടും പെരുമാറുന്നത്. പഠിക്കുക എന്നൊരൊറ്റ കാര്യമല്ലാതെ മാനുഷികമായ ഒരു വികാരവും ബന്ധങ്ങളും ഇല്ല. കളിയോ ചിരിയോ തമാശയോ ഒന്നും അവർക്കിടയിലില്ല. ചുറ്റുമുള്ള ലോകം എന്തെന്നറിയാതെ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ എത്ര കുറ്റകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് അവർ പോലും അറിയുന്നില്ല. ജീവിതത്തിൽ പഠിച്ച് എവിടെയെങ്കിലും ഉയർന്ന നിലയിലെത്താനുള്ള വ്യഗ്രത നല്ലതാണെങ്കിലും അത് മാത്രമേ പാടുള്ളൂ എന്നത് തീർത്തും തെറ്റായ നിലപാടാണ്. ആരുമായും, പ്രത്യേകിച്ച് ചുറ്റുപാടുമുള്ള ആരുമായും ഒരു ബന്ധവുമില്ലാതിരിക്കുന്നത് അപകടമാണ്. സഹജീവികളെ സ്നേഹിക്കാനും കരുതാനും അവരോട് ഇടപെടാനും കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ഒരു സമൂഹ ജീവിയാകൂ. അങ്ങനെ മാത്രമേ ഒരാളുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അല്ലാതെ സ്വയം തീർത്ത കോട്ടയ്ക്കുള്ളിൽ ജീവിച്ചാൽ അത്യാപത്തുകൾ സംഭവിക്കും, അവരവർക്കും മറ്റുള്ളവർക്കും. ഇതാണ് പത്മയ്ക്കും കുടുംബത്തിനും സംഭവിച്ചത്. ജീവിതത്തിൻ്റെ വളവുകൾക്കും തിരിവുകൾക്കും ഒടുവിൽ ഓരോരുത്തരും പലയിടങ്ങളിൽ എത്തിപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞ് പത്മ കുടുംബസമേതം തിരുവനന്തപുരത്ത് താമസിക്കുകയാണെന്നറിഞ്ഞു. ഒരു മകനും മകളുമാണ് അവർക്കുള്ളത്. ഇരുവരും പഠിച്ച് മിടുക്കരായി. മകൾ ഡോക്ടറായി. മകൻ ഉപരിപഠനത്തിന് വിദേശത്തിന് പോയതാണ്. അവിടെ വെച്ച് ശരിയല്ലാത്ത പലരുമായി കൂട്ടുകൂടുകയും ബന്ധപ്പെടുകയും ചെയ്തു. അവൻ മറ്റൊരു തലത്തിലെത്തപ്പെട്ടു. വീട്ടിലെ പൂട്ടപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോൾ ഉണ്ടായ മാറ്റവും അതിനൊരു കാരണമാകാം. ഡ്രഗ്സിൻ്റെ ഉപയോഗവും വിദേശത്തെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടതിൻ്റെ പ്രശ്നങ്ങളുമാകാം അവനിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. എന്തായാലും അവനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കാതെയായി. ഒടുവിൽ പഠനം പൂർത്തിയാക്കാതെ തന്നെ തിരിച്ച് നാട്ടിൽ പോരേണ്ടി വന്നു. എന്താണ് വീട്ടിൽ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ ഒരു സാധ്യതയുമില്ല. ആർക്കും ഇടപെടാനും പറ്റില്ല. സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും ഡോക്ടർമാരാണ്. അവർ പ്രശ്നങ്ങൾ ആരോടും ചർച്ച ചെയ്യാനുള്ള മനസ്സും കാണിച്ചില്ല എന്ന് വേണം കരുതാൻ. മകൻ വീട്ടിൽ സ്വന്തം മുറിയിൽ നിന്ന് ഇറങ്ങി വരാൻ പോലും കൂട്ടാക്കാതെ ഇരിക്കുന്നു. കുടുംബാംഗങ്ങളുമായി ഒരു ഇടപെടലുകളും ഇല്ലാതായിരിക്കുന്നു. അതാണ് സത്യം. അവൻ ആഭിചാരക്രിയകളിൽ ആഴ്ന്നിറങ്ങി അതിൽ ഗവേഷണം നടത്തുകയായിരുന്നു. കൂടെ ഡ്രഗ്സിൻ്റെ ഉപയോഗവും. അവൻ്റെ പോക്ക് ശരിയല്ലെന്നറിയാമെങ്കിലും അവനെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ആധുനിക വൈദ്യശാസ്ത്രം പ്രയോജനപ്പെടുത്താൻ പത്മയ്ക്ക് സാധിച്ചില്ല. പത്മയ്ക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും അത് കഴിഞ്ഞില്ല. അതാണ് സത്യം.
കൂടെ ജോലി ചെയ്യുന്ന മറ്റു ഡോക്ടർമാർക്ക് പത്മയുടെ സ്വകാര്യ വിവരങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു. മകൻ ഉപരിപഠനത്തിന് പുറത്തുപോയി എന്നല്ലാതെ തിരിച്ചു വന്നതോ മനോരോഗത്തിന് അടിമപ്പെട്ടതോ ഒന്നും ആർക്കും അറിയില്ല. വളരെ മിടുക്കിയായ, സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിലപ്പെട്ട ഡോക്ടർക്ക് സ്വന്തം മകന് മാനസികാരോഗ്യമാണെന്ന് മനസ്സിലായില്ലേ? അവൻ്റെ കൃത്യമായ രോഗനിർണയം നടത്തി ചികിത്സിക്കാൻ പോലും പറ്റിയില്ല. അവൻ്റെ രോഗത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ കൂടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരോട് ചർച്ച ചെയ്യാനുള്ള മനസ്സും അവർക്കുണ്ടായില്ല. ഈ ആധുനിക യുഗത്തിൽ മനുഷ്യന് നേരിടുന്ന ഒരുവിധമുള്ള ഏത് രോഗവും ഡോക്ടർമാർക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയും എന്ന് ആർക്കാണ് അറിയാത്തത്? കുട്ടിക്കാലം മുതൽ ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷണം അവസാനം വരെ കൂടെ ഉണ്ടാകും. അവനവന് സ്വയം പരിഹരിക്കാൻ പറ്റാത്ത ഏതൊരു പ്രശ്നവും മറ്റുള്ളവരുമായി പങ്കിട്ടാൽ അഭിമാനം ഇടിഞ്ഞു പോകുമെന്ന് സ്വയം അവർ കരുതുന്നു. അവിടെയാണ് പത്മയ്ക്കും തെറ്റിയത്. മകനെ മനോരോഗത്തിൽ നിന്നും വിടുവിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ അവരുടെ വീട്ടിൽ സംഭവിച്ചത് ലോകം അറിയുന്നത് വളരെ വൈകിയാണ്. ജോലിക്ക് വരുന്ന സ്ത്രീ പതിവ് പോലെ വന്നപ്പോൾ വാതിൽ തുറക്കാത്തതുകൊണ്ട് ആരുമില്ലെന്ന് കരുതി അവർ തിരിച്ചുപോയി. അടുത്ത ദിവസവും അവർ പോയിരുന്നെങ്കിലും ആരും വാതിൽ തുറന്നില്ല. അത്യാവശ്യം എവിടെയെങ്കിലും പോയതാകാം എന്ന് കരുതി ജോലിക്കാരി തിരിച്ചുപോയി. എന്നാൽ ദുർഗന്ധം പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞത്. അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും ശ്വാസം മുട്ടിച്ചു കൊന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസമായി അവൻ മുകളിലത്തെ മുറിയിൽ നിലത്ത് കൂനിക്കൂടി ഒറ്റ ഇരിപ്പായിരുന്നു. പോലീസ് വന്നാണ് അയാളെ കൊണ്ടുപോയത്. ഒരു മനോരോഗിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും മകന് ചികിത്സ കൊടുത്തില്ല? എന്തുകൊണ്ട് അവർ അത് നിഷേധിച്ചു? അതോ അഭിമാനം അനുവദിക്കാത്തതാണോ? എൻ്റെ മനസ്സിൽ ഉള്ള പത്മയ്ക്ക് ഇങ്ങനെയൊരു ദുർവിധി എങ്ങനെ വന്നു? തീർച്ചയായും താൻ വളർന്ന സാഹചര്യങ്ങൾ വെച്ച് നീട്ടിയ സമ്മാനം തന്നെയാകാം ഇത്. 1 മുഴം നീളം മാത്രമുള്ള ഈ മനുഷ്യജന്മം ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. അതിനെ പരമാവധി ആസ്വദിച്ചും മറ്റുള്ളവർക്കു കൂടി പ്രയോജനപ്പെടുത്തിയും ജീവിക്കേണ്ടത് ഒരത്യാവശ്യമാണ്. സ്വന്തം കാഴ്ചപ്പാടുകളുടെയും മുൻവിധികളുടെയും തുരുത്തിൽ കെട്ടിയിടപ്പെട്ട ഒരു ജീവിതം തിരഞ്ഞെടുത്തതാണ് പത്മയ്ക്കുണ്ടായ വീഴ്ച. പത്രത്തിൻ്റെ മുൻപേജിൽ വന്ന ഈ വാർത്ത കണ്ട് സത്യത്തിൽ ഞാൻ തരിച്ചിരുന്നു പോയി. പത്മയുടെ കുടുംബത്തിൻ്റെ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരുന്നപ്പോൾ കാലങ്ങൾ പുറകോട്ട് അറിയാതെ പോയി. ഞാൻ ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്കിൽ അകപ്പെട്ടു. പത്രവായന ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന ഭർത്താവിൻ്റെ ചോദ്യമാണ് ചിന്തയിൽ നിന്നും എന്നെ ഞെട്ടി ഉണർത്തിയത്. കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.